നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2021 ആലപ്പുഴ തെരഞ്ഞെടുപ്പാണ്. ഒറ്റനോട്ടത്തില് അതൊരു വിജയമായിട്ട് തോന്നാം. പക്ഷേ ആ കണക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഹേളികയുണ്ട്. ഒരു വിജയം എങ്ങനെയാണ് ഒരു മുന്നറിയിപ്പായി മാറുന്നത്? ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നോക്കൂ, വിജയിച്ചെങ്കിലും LDFന്റെ വോട്ട് വിഹിതത്തില് 7% ഒരു വലിയ ഇടിവാണ് നമ്മൾ കാണുന്നത്. 2016 53% മുകളിലുണ്ടായിരുന്നത് 2021 46% താഴ്ന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. അവരുടെ പിന്തുണയിൽ കാര്യമായ ഒരു ചോർച്ചയുണ്ടായി എന്നതിന്റെ വളരെ വ്യക്തമായ സൂചനയാണിത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. വെറും 5 വർഷം കൊണ്ട് 10,000-ൽ കൂടുതൽ വോട്ടർമാർ എന്തിനാണ് അവരുടെ മനസ്സു മാറ്റിയത്? എന്തായിരുന്നു ഈ വലിയ മാറ്റത്തിന് പിന്നിലെ കാരണം? ഇതൊരു തെരഞ്ഞെടുപ്പ് ഫലമെന്നതിലുപരി വോട്ടർമാരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള ഒരുതരം ഫോറൻസിക് പരിശോധനയായിട്ട് നമുക്കിതിനെ കാണാം. ശരി, അപ്പൊ നമുക്ക് ഈ കണക്കുകളിൽ നിന്നൊന്നു മാറി സാധാരണക്കാരായ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിച്ച യഥാർത്ഥ ദൈനംദിന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് ഒന്ന് നോക്കാം. ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് വെള്ളമാണല്ലേ. കായലുകൾ, തോടുകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വെറുമൊരു ടൂറിസ്റ്റ് കാഴ്ച മാത്രമല്ല. പക്ഷേ ഇതാണ് അവിടുത്തെ വിരോധാഭാസം. ഇത്രയും മനോഹരമായ ജലാശയങ്ങൾക്ക് നടുവിലിരുന്നിട്ട് ശുദ്ധമായ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായി മാറുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. 5-1 വീട്ടിലെ ടാപ്പിൽ വരുന്ന വെള്ളം കുടിക്കാൻ സുരക്ഷിതമല്ല എന്നൊരു പഠനം വരുമ്പോൾ അത് ഭരണതലത്തിലുള്ള എത്ര വലിയൊരു വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഈയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്ന വാക്ക് മനസ്സിലാക്കേണ്ടത്. അതായത്, സിമ്പിളായി പറഞ്ഞാൽ, നിലവിലുള്ള ഭരണത്തിൽ ജനങ്ങൾക്കുള്ള അതൃപ്തി. അത് വോട്ടായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് ഒരുപക്ഷേ അതിന്റെ ഒരു തുടക്കമായിരിക്കാം. പ്രശ്നം കുടിവെള്ളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദേശീയപാത 66ന്റെ കാര്യം നോക്കൂ. ശോചനീയ അവസ്ഥയിലാണ്. തീരദേശ ബൈപ്പാസിലാണെങ്കിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാവുന്നു. പിന്നെ ഗ്രാമങ്ങളിലെ പാതിവഴിയിൽ നിലച്ചുപോയ റോഡുകളും പാലങ്ങളും വൃത്തിയില്ലാത്ത കനാലുകളും, ഇവയെല്ലാം ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾക്കു പുറമെയാണ് സാമ്പത്തികമായുള്ള ഈ പ്രഹരം വരുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ് നിരക്ക് കേരളത്തിലായിരുന്നു. ഇത് സാധാരണക്കാരായ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയുമൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടാവും. അപ്പോ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഇനി ജനങ്ങളിലേക്ക് വരാം. ഏതൊക്കെ വിഭാഗം വോട്ടർമാരാണ് ഈ മാറ്റം ആഗ്രഹിച്ചത്? ആരുടെയൊക്കെ പിന്തുണയാണ് ഇവിടെ ഇളകിയത്? നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ, ജോലിയില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർ, ഗൾഫിൽ നിന്നൊക്കെ പ്രതീക്ഷയോടെ മടങ്ങിയെത്തിയവർ, പിന്നെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള അമ്മമാർ, ഇവരെയൊക്കെയാണ് ഭരണത്തിലെ ഈ വീഴ്ചകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇവരുടെ വോട്ടുകളാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ നിർണായകമാവാൻ പോകുന്നത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. സർക്കാർ സഹായം കിട്ടുന്നവർ പോലും തൃപ്തരല്ലായിരുന്നു. കാരണമെന്താ? വർഷങ്ങളായി ഒരേ സഹായം കിട്ടുന്നു, പക്ഷെ ജീവിത നിലവാരത്തിൽ കാര്യമായൊരു പുരോഗതി വരുന്നില്ല. ഇതിനെ ഒരുതരം ക്ഷേമക്ഷീണം എന്ന് വേണമെങ്കിൽ പറയാം. പഴയ വാഗ്ദാനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിലുള്ള ഒരു മടുപ്പ് അവരിൽ പോലും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ ഈ അതൃപ്തിയെ വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷം എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയത്? സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റുന്നത് എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാം. അവരിതിനെ വിളിച്ചത് ചതുർമുഖ തന്ത്രം എന്നാണ്. കേൾക്കാൻ തന്നെ ഒരു രസമില്ലേ? ഇതൊരു 4 തൂണുകളുള്ള സ്ട്രാറ്റജിയാണ്. ഒന്നാമത്തേത്, ശിവനെപ്പോലെ ഭരണകക്ഷിയുടെ പരാജയങ്ങളെ കടന്നാക്രമിക്കുക. രണ്ടാമത്തേത്, വിഷ്ണുവിനെപ്പോലെ ഞങ്ങൾ വന്നാൽ സ്ഥിരതയുണ്ടാവും, നല്ല ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് ഉറപ്പുകൊടുക്കുക. മൂന്നാമത്തേത്, ബ്രഹ്മാവിനെപ്പോലെ ടൂറിസം, ടെക് ജോലികൾ പോലുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുക. അവസാനമായി, ദുർഗയെപ്പോലെ മത്സ്യത്തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുക. വളരെ ക്ലിയറായിട്ടുള്ളൊരു പ്ലാൻ. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്തുവെച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഒരു ജനഹിത പരിശോധന തന്നെയായിരുന്നു. ഭരണകക്ഷിയുടെ ഒരു റിപ്പോർട്ട് കാർഡ് എടുത്താൽ അവർക്ക് സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ കിട്ടാനുള്ള സൗകര്യം, ശക്തമായ പാർട്ടി കാഡർമാർ, അങ്ങനെയുള്ള ശക്തികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് റോഡുകൾ, വെള്ളം,
തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിലെ പോരായ്മകൾ ആ ശക്തികളെയെല്ലാം നിഷ്പ്രഭമാക്കിയെന്ന് വേണം പറയാൻ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലത്തിലുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകളെക്കാൾ എത്രയോ പ്രധാനമാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ആലപ്പുഴയിലെ ഈ അനുഭവം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങൾക്കും ബാധകമായേക്കാവുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതെല്ലാം നമ്മളെ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതച്ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കുടിക്കാൻ നല്ല വെള്ളം പോലും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു സാധാരണ പൗരന് ഭരണകൂടത്തിലുള്ള വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? ആലപ്പുഴയിലെ ആ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് നമുക്ക് നൽകുന്നത്.